എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നുള്ളത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ, അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സാണ്. വൈകുന്നേരം ചായയോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റും. അതുപോലെ ഇത് വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്നും നോക്കാം. ഇതിനായി ഞാൻ ആദ്യം 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ട നല്ലോണം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ഗ്രേറ്ററിൽ വെച്ച് ഞാൻ നല്ലോണം ഒന്നിത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയുടെ എണ്ണയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയൊക്കെ എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചൊരു ക്വാണ്ടിറ്റിയാണ് ചെയ്യാൻ പോകുന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ മുട്ടയൊക്കെ നല്ലോണം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു മീഡിയം സൈസ് ഉള്ളിയാണ്. അത് ഇതുപോലെ പൊടിയായി കട്ട് ചെയ്ത് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഒരു 3 പച്ചമുളക് പൊടിയായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ്. ഇനി 1 ടീസ്പൂൺ പെപ്പർ ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ അല്പം ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമില്ല, ഇതില്ലെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാം. അതോടൊപ്പം അല്പം പാപ്രിക്ക പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാപ്രിക്ക പൗഡറിന് പകരം നിങ്ങൾക്ക് അല്പം മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി അല്പം മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അരിപ്പൊടിക്ക് പകരം തരി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നല്ല ഇതുപോലൊരു തിക്കായിട്ടാണ് ഇത് ഒരു ബാറ്റർ വേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ കൈവച്ച് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് അരിപ്പൊടിയൊക്കെ നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ബോൾസാക്കി എടുക്കണം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതുപോലെ ഇങ്ങനെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 മുട്ടയിൽ ഇത്രയും ബോൾസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി വേണ്ടത് 2 മുട്ട ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പും കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു എഗ് ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണിത്. ഇനി അതോടൊപ്പം തന്നെ അല്പം ബ്രെഡ് ക്രംസ് പൊടിച്ചത് എടുക്കാം. ഇനി ആദ്യം എഗ് ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ ബോൾസ് എല്ലാം ബ്രെഡ് ക്രംസിൽ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഇപ്പോൾ എല്ലാ ബോൾസും ഞാനിതുപോലെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ലോണം ഒന്ന് കവർ ചെയ്തെടുത്താൽ മാത്രമേ ഇത് എണ്ണയിലിടുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടും, അല്ലെങ്കിൽ എല്ലാം പൊട്ടിപ്പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ എല്ലാ ബോൾസും ഇതുപോലെ ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം മാത്രം ഈ ഒരു ബോൾസൊക്കെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ എല്ലാം ഓയിലിങ്ങനെ പിടിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ ബോൾസ് ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. പെട്ടെന്നൊരു ചായക്ക് ഒരു സ്നാക്സൊക്കെ തയ്യാറാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഇതുപോലെ നല്ലൊരു അടിപൊളി സ്നാക്സ് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ കുട്ടികൾക്കൊക്കെ എന്തായാലും നല്ലോണം ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അങ്ങനെ ഇപ്പോൾ എഗ് ബോൾസൊക്കെ ഇതുപോലെ നല്ലോണം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കുറേ സമയം ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ ഇപ്പോൾ എല്ലാ ബോൾസും ഞാനിതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേത് ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാനിന്ന് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. ഈ ഒരു ക്രിസ്പി എഗ് ലോലിപോപ്പ് ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ കെച്ചപ്പിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് ഡിപ്പ് ചെയ്ത് കഴിക്കാം. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.